പുതിയ നിയമസഭയിൽ എല്ലാവരും ഓരോ കാറ്റഗറി അല്ലല്ലോ. കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്പന്നനുണ്ട്, അതിനകത്ത് ദരിദ്രനുമുണ്ട്. അപ്പം ദൈവം സകലർക്കും കൊടുക്കാൻ കഴിയുന്നവനുമാണ്. പിന്നെ എന്താണ് സാറിനെ അവിടെ സമ്പന്നനും എന്നെ ഇവിടെ ദരിദ്രനുമായിട്ട് നിർത്തിയതിൻ്റെ കാര്യം എന്താ? എനിക്ക് ദൈവത്തിന് എനിക്ക് എന്നെ സമ്പന്നനാക്കാൻ കഴിയുമല്ലോ, പക്ഷെ ആക്കുന്നില്ല. സാറിനെ ദരിദ്രനാക്കാനും ദൈവത്തിന് പക്ഷെ ആക്കുന്നില്ല. സാറ് സമ്പന്നനായിട്ടും ദരിദ്രനുമായിട്ടുമാണ് സഭയിലേക്ക് വരുന്നത്. എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു കാര്യം വെച്ചത്? അപ്പം നമ്മൾ പറയും ദൈവം ക്രൂരനാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന് പർപ്പസ് ഉണ്ട്. എന്തെന്ന് പറയാം യാതാ. കാരണം ഞാൻ ചോദിക്കട്ടെ, സാറിനുള്ളത് ഇല്ലാത്ത എനിക്ക് നൽകി തരുമ്പോൾ ലോകം കാണുന്നു ഇവർ ദൈവത്തിൻ്റെ സ്നേഹമുള്ളവരാണ്. അപ്പോൾ സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ സമത്വത്തിലേക്ക് വരുന്നത്. ഇതാ ക്രിസ്ത്യൻ കൺസെപ്റ്റ്. കാരണം പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. അന്ന് ഈ സഭകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്നാൽ ഈ പൗലോസിൻ്റെ കാലത്ത് ഇപ്പം ഇവിടുന്ന് 10 കിലോമീറ്ററോ 15 കിലോമീറ്ററോ 20 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഒരു സഭയുള്ളത്, അതിൽ കൊരിന്ത്യ സഭ എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടുന്ന് എന്താണ് രാവിലെ ഈ ഒട്ടിയ വയറുമായിട്ട് പോകും. ഞാൻ ഒരു പണി, എനിക്ക് പൈസയില്ല, എനിക്ക് എൻ്റെ തന്നെ ഭക്ഷണവും ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ തന്നെ പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ എനിക്കൊരു പൊതിച്ചോറ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന ഫുഡ് കൊണ്ടുപോകാൻ പ്രാപ്തിയില്ല. അപ്പം ഞാൻ അവിടെ വിശന്ന് വന്നിരിക്കും. സാറൊരു 3 ദിവസത്തെ ഭക്ഷണമെല്ലാം മീൻ ഇറച്ചിയെല്ലാം നല്ല ഫ്രൈ ചെയ്തെല്ലാം നല്ല ഭംഗിയായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ സാറിന് അതുണ്ട്, എനിക്കതില്ല. പക്ഷെ ഞാൻ വന്നത് ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. സാറ് വന്ന ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും സഹോദരൻ ക്രിസ്തുവാണ്, ദൈവം ഒരാളാണ്. പക്ഷെ സാറ് ഉച്ചയായപ്പോൾ നല്ല മൃഷ്ടാന്നമായിരിക്കുന്ന ഭക്ഷണം അവിടുന്ന് കഴിക്കുകയാണ്. ഞാൻ ഇപ്പുറത്തെ വിശന്ന്. ഇപ്പോൾ പൗലോസ് പറഞ്ഞു, അവരെ അങ്ങനെ വഴക്കൊന്നും പറഞ്ഞില്ല. ഭയങ്കര ഒരു ജ്ഞാനം പൗലോസ് പറയുന്നത്, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല, ദൈവത്തിന് മുമ്പിൽ കുറ്റകരമാണ് നീ ചെയ്യുന്നത്. സമ്പന്നോട് പറഞ്ഞ് നീ കുറ്റമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ അറിഞ്ഞ യേശു ക്രിസ്തു അതല്ല. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്ലേ, അവൻ വസ്ത്രം മാറി ഒരു തുവർത്തു കൊടുത്തിട്ട് ഇതാ അനേകർക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി നുറുക്കപ്പെട്ട ഒരു ശരീരമാണ് ക്രിസ്തുവിൻ്റെ. അത്രേ പറഞ്ഞുള്ളൂ. ഇത് കേൾക്കുന്ന ഒരു വ്യക്തി നോക്ക്, ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാതെ ഉപദേശം കൊണ്ട് ആർക്കും മോചനമില്ല. നീ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇവനൊരു മാറ്റവും വരുത്തില്ല. ഇവർ തമ്മിൽ കയ്പ് കൊടുത്തേ ഉള്ളൂ. പക്ഷേ പൗലോസ് പറഞ്ഞ ക്രൂശിലേക്ക് നോക്കിക്കും. അവൻ നമുക്ക് വേണ്ടി ശരീരം നുറുക്കി തന്ന ഈ ധനവാന് വേണ്ടി ഈ ദരിദ്രന് വേണ്ടിയും കർത്താവിൻ്റെ ശരീരം അവിടെ വെച്ച് ക്രൂശിൽ നുറുക്കിയത്. ഞാൻ അറിയുന്ന ക്രിസ്തു ഇതാണ്, നീ അറിയുന്ന ക്രിസ്തു ഇങ്ങനെയാണെങ്കിൽ തെറ്റല്ലേ? അത് ദൈവത്തിന് മുമ്പിൽ കുറ്റകരമാണ്. ഒരു പക്ഷേ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ ധനവാൻ എന്ത് ചെയ്യുന്നു അറിയാമോ? 2-3 പൊതി കൂടുതൽ കൊണ്ടുവരും. ആർക്ക്? ഇവർക്ക് കൊടുക്കാൻ. കാരണം ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ സമത്വത്തിലേക്ക് വരാൻ പറ്റൂ.